കഴിഞ്ഞ 2 വർഷമായി നഷ്ടത്തിലോടുന്ന കൊച്ചി കളമശ്ശേരിയിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMTയിൽ സന്ദർശന നാടകവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സ്ഥാപനം നഷ്ടത്തിലായതിൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ ശ്രമിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. 3 മാസമായി ശമ്പളം മുടങ്ങിയിരിക്കുകയാണെന്നും 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജ് ഇതുവരെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയില്ലെന്നും HMT ജീവനക്കാർ പറഞ്ഞു. 6 പതിറ്റാണ്ട് മുമ്പ് കളമശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HMT 2 വർഷം മുൻപ് വരെ നല്ല നിലയിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും നിലവിൽ നഷ്ടത്തിലോടുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന BJPയുടെ പ്രതിനിധിയായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ ലക്ഷ്യവുമായി HMT സന്ദർശിക്കാനെത്തിയത്. HMT CMD രാജേഷ് കോഹ്ലിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട രാജീവ് ചന്ദ്രശേഖർ സ്ഥാപനം നഷ്ടത്തിലായതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ച ബോധപൂർവം മറച്ചുവെച്ചു. ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ലാതിരുന്ന BJP പ്രസിഡന്റ് എല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. നമുക്ക് വേണ്ടത് ഇതെല്ലാം പരിഹരിക്കേണ്ടത് ഒരു മീഡിയം ലോങ് ടേം കാഴ്ചപ്പാടുകൊണ്ടാണ് പരിഹരിക്കേണ്ടത്. ഇന്നും നാളെയും നോക്കിയിട്ടല്ലല്ലോ. അതുകൊണ്ടല്ല ഈ സ്ഥിതി. ഇവിടെ ഒന്നും വരുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് HMTൻ്റെ സ്ഥിതി. അത് മാറ്റണം. അതേസമയം 3 മാസമായി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണെന്നും 2 വർഷം മുൻപ് പ്രഖ്യാപിച്ച പുനരുദ്ധാരണ പാക്കേജ് ഇതുവരെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയില്ലെന്നും HMT എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി P. കൃഷ്ണദാസ് പറഞ്ഞു. MSME പോലുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പരിഗണന HMT പോലുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നില്ല. മാൻ പവർ ഷോർട്ടേജ് ഉണ്ട്. നല്ല എക്സിക്യൂട്ടീവ്സിൻ്റെ കുറവ് HMTക്കകത്തുണ്ട്. സ്ഥിരമായിട്ടൊരു ചെയർമാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇല്ല. നിർഭാഗ്യവശാൽ 2 വർഷം ആകാറാവുന്ന സന്ദർഭത്തിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ HD കുമാരസ്വാമി അവർകളും നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുള്ള റിവൈവൽ പാക്കേജ് ഇതുവരെയായിട്ട് നടപ്പിലായിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ സംസ്ഥാനത്ത് വ്യവസായ രംഗത്ത് വൻ കുതിപ്പുണ്ടാവുകയും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുകയും ചെയ്തുവെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെയാണ് HMT പോലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടിനെ തുടർന്ന് തകർച്ചയിലേക്ക് നീങ്ങുന്നതെന്നും ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, കൊച്ചി.